ഒരു നാട് വികസിച്ചാൽ അതിന്റെ ഗുണഫലം എല്ലാവർക്കുമാണെന്ന് യുവമോർച്ച ദേശീയ തേജസ്വി സൂര്യ. സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തേജസ്വി. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. ഒരു നാട് വികസിച്ചാൽ രാഷ്ട്രീയ മതജാതികൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിന്റെ ഗുണഫലം ലഭിക്കുമെന്ന് യുവമോർച്ച ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ പറഞ്ഞു. ബദിയടുക്കയിൽ കാസർഗോഡ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചരണാർത്ഥം നടത്തിയ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത വികസനത്തിന്റെ ആദ്യ റീച്ച് നിർമ്മാണം പൂർത്തിയായതോടെ കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു വികസനവും ഈ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വിജയം ഒരു തുടക്കം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളെ കേരള ജനത തള്ളിക്കളയും. സ്ത്രീ പുരോഗമനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു വനിതാ പ്രതിനിധി പോലും ഇതുവരെ നിയമസഭയിൽ എത്തിയിട്ടില്ല എന്ന കുറവ് ML അശ്വിനിയുടെ വിജയത്തോടെ നികത്തപ്പെടുമെന്നും തേജസ്വി സൂര്യ കൂട്ടിച്ചേർത്തു. ಈ ಮಳೆ ಶುಭ ಸಂಚೆ, ನಾಳಿನ ಗೆಲುವಿನ ಒಂದು ಮುನ್ಸೂಚನೆಯಾಗಿ ಈ ಮಳೆ ಇವತ್ತು ನಮ್ಮೆಲ್ಲರಿಗೆ ಬಂದು ಆಶೀರ್ವಾದ ಮಾಡಿದೆ. ಇಲ್ಲಿಯವರೆಗೆ ಕಾಸರಗೋಡಿನಲ್ಲಿದ್ದಂತ ಎಲ್ಲ ಕೊಳೆಯನ್ನ ಸ್ವಚ್ಛ ಮಾಡಲಿಕ್ಕೆ ಬಂದಿರುವಂತ ಮಳೆ. ನಾನು ಪ್ರಪ್ರಥಮವಾಗಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಎಲ್ಲ ಕಾರ್ಯಕರ್ತರಿಗೆ ಈ ಧಾರಾಕಾರ ಮಳೆಯಲ್ಲೂ ಕೂಡ ಈ ಶೋಭಾಯಾತ್ರೆಯನ್ನ ರೋಡ್ ಶೋವನ್ನ ಯಶಸ್ವಿ ಮಾಡಿರೋದಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ನಾನು ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ನಿಮ್ಮೆಲ್ಲರಿಗೂ ವಿಷಯ ಗೊತ್ತೇ ಇದೆ, ಬರೋ ಏಪ್ರಿಲ್ 9ನೇ ತಾರೀಕು ಕೇರಳಂನ ವಿಧಾನಸಭಾ ಚುನಾವಣೆ ಇದೆ. ವಿಶೇಷವಾಗಿ ಕಾಸರಗೋಡ್ನಲ್ಲಿ ನಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಯ ಅಕ್ಕ ಅಶ್ವಿನಿ ML ಅವರು ನಮ್ಮ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಅಭ್ಯರ್ಥಿಯಾಗಿ, ನಮ್ಮೆಲ್ಲರ ಪ್ರತಿನಿಧಿಯಾಗಿ, ಬಿಜೆಪಿ ಅಭ್ಯರ್ಥಿಯಾಗಿ ಅವರು ಇವತ್ತು ಚುನಾವಣೆಯಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. ನನಗೆ 100ಕ್ಕೆ 100 ವಿಶ್ವಾಸ ಇದೆ. ಯುವಕರಾಗಿರುವಂತ, ಹೊಸದನ್ನ ಏನಾದರೂ ಮಾಡಬೇಕು ಅನ್ನುವಂತ ಛಲ ಇರುವಂತ, ವಿದ್ಯಾವಂತ ಮಹಿಳೆ ಆಗಿರುವಂತ ಅಶ್ವಿನಿ ಅಕ್ಕ ಈ ಚುನಾವಣೆಯಲ್ಲಿ ದೊಡ್ಡದಾಗಿ ಜಯವನ್ನ ಗಳಿಸ್ತಾರೆ. ಕಾಸರಗೋಡಿನ ಮೊದಲ ಮಹಿಳಾ ಶಾಸಕಿಯಾಗಿ ಕೇರಳದ ವಿಧಾನಸಭೆಯಲ್ಲಿ ಧ್ವನಿ ಎತ್ತಾರೆ. ഇടനീർ മഠാധിപതി സ്വാമി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷമാണ് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ റോഡ് ഷോയ്ക്കായി മൈതാനിയിൽ എത്തിയത്. BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷയും നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ML അശ്വിനി, പാർട്ടി സംസ്ഥാന സമിതി അംഗവും NDA മണ്ഡലം കൺവീനറുമായ രവീശ തന്ത്രികുണ്ടാർ, കോഴിക്കോട് മേഖല ജനറൽ സെക്രട്ടറി സുദാമ ഗോസാഡ, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, സംസ്ഥാന സമിതി അംഗം സവിത ടീച്ചർ, BJP ജില്ലാ സെക്രട്ടറിമാരായ പ്രമീള മജൽ, പുഷ്പ ഗോപാലൻ, ജില്ലാ ട്രഷറർ വീണ അരുൺ, ബദിയടുക്ക മണ്ഡലം പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, ബദിയടുക്ക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രവീന്ദ്ര റായ് ഗോസാഡ, ശ്രീധര ബെള്ളൂർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വിൻ കൊല്ലാലയിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് HN ധനുഷ് തുടങ്ങി നിരവധി ആളുകൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.